ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ട് ലഡു തയ്യാറാക്കാനായിട്ട് ഒരു മിക്സറിൽ ബദാം, പിസ്ത, കശുവണ്ടി എന്നിവയിട്ട് നല്ല പൗഡറാക്കി അരച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഡേറ്റ്സും ഇട്ട് നന്നായിട്ട് വീണ്ടും അരയ്ക്കുക. ഇനി ഇത് പ്ലേറ്റിലേക്ക് ഇട്ട് നന്നായി മിക്സ് ആക്കി എടുക്കണം. ഡേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സ് മിക്സും നല്ല പാകത്തിന് മിക്സായി വരണം. ഇനി ഈ മിക്സിൽ നിന്ന് അല്പാൽപമായി എടുത്ത് ലഡു തയ്യാറാക്കാം. നന്നായിട്ട് ബോളാക്കിയതിനു ശേഷം ഒരു ഉണക്കമുന്തിരി എടുത്ത് ഇതിന് നടുക്കായിട്ട് വെക്കുക. ഇതിനി തേങ്ങയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളിലും കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു വളരെ ഈസിയായി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. 2-3 ആഴ്ച വരെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഡു ആണിത്. നിങ്ങളും ഇതുപോലെ ഒരു ലഡു വീട്ടിൽ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.